സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ധന്യമായ നമ്മൾ സാധാരണ പറയാറുള്ളത് തമസോമാ ജ്യോതിർഗമയ. ഇപ്പോൾ നമ്മൾ പറയുന്നത് ജ്യോതിർമാ തമസോഗമയ. വെളിച്ചത്തിൽ നിന്ന് എന്നെ ധന്യമായ ഇരുട്ടിലേക്ക് ഇപ്പോൾ സായം സന്ധ്യാവേളയിൽ നയിക്കുക. എവിടെ ഞാൻ പോവുകയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം. സുമിത്ര ലക്ഷ്മണനോട് പറഞ്ഞതാണ്. ലോകത്തിലെവിടെയാണെങ്കിലും ഖുശി സേ രഹോ ഭയ്യ, സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഇപ്പം നീ കാട്ടിലേക്കാണ് പോകുന്നത് ലക്ഷ്മണ. അവിടെ അച്ഛനില്ല, അമ്മയില്ല, കാടാണ്. അതുകൊണ്ട് രാമനെ അച്ഛനായിട്ട് കാണുക, സീതയെ എൻ്റെ സ്ഥാനത്ത് സുമിത്രയായിട്ട് കാണുക, കാടിനെ അയോധ്യയായിട്ട് തന്നെ കാണുക, സുഖമായിട്ട് പോവുക, സുഖമായിട്ട് പോയിട്ട് വരിക. ഭാരതത്തിലെല്ലാം ഇതാണ്. എന്തെല്ലാം സംഭവിച്ചാലും എന്നും ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്കുള്ള പ്രയാണമാണ്. ഇതൊരു യുദ്ധമാണ്, മഹാഭാരത യുദ്ധം. ഭാവ രാഗ താളങ്ങൾ നിറയുന്നൊരു യുദ്ധം. ആ യുദ്ധം ചില സ്വാമിമാർ പറയും അത് മനസ്സിൽ നടക്കുന്ന യുദ്ധമാണ്. ആയിക്കോട്ടെ, മനസ്സിൽ നടക്കുന്ന യുദ്ധം. അത് സ്ഥാപനങ്ങളിൽ നടക്കുന്ന യുദ്ധമാണ്. ആയിക്കോട്ടെ, സ്ഥാപനങ്ങളിൽ നടക്കുന്ന യുദ്ധം. അത് കുടുംബങ്ങളിൽ നടക്കുന്ന യുദ്ധമാണ്. എന്നാൽ തന്നെ എന്താ കുഴപ്പം? മനസ്സിലാവട്ടെ, സ്ഥാപനങ്ങളിലാവട്ടെ, പ്രസ്ഥാനങ്ങളിലാവട്ടെ, കുടുംബങ്ങളിലാവട്ടെ, സംഘടനയിലാവട്ടെ, എന്തിലായാലും, രാജ്യങ്ങൾ തമ്മിലാവട്ടെ, ബന്ധുക്കൾ തമ്മിലാവട്ടെ, സുഹൃത്തുക്കൾ തമ്മിലോ, സുഹൃത്തുക്കളും ശത്രുക്കളും തമ്മിലോ, ആര് തമ്മിലായാലും എന്താ കുഴപ്പം? ഏതിനാണെങ്കിലും നമുക്കത് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻട്രാപ്പുലേറ്റ് ചെയ്യാം. ഏതായാലും ആ യുദ്ധം പുറത്തും അകത്തും എല്ലാം നടക്കുന്നു നിരന്തരം. അതിൽ ചിലർ ജയിക്കുന്നു, ചിലർ മരിക്കുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ എല്ലാവരും മരിക്കും. കുറേ പേർക്ക് നഷ്ടം വരുന്നു, ബന്ധുക്കൾ നഷ്ടപ്പെടുന്നു, എല്ലാം നഷ്ടം. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ചിലപ്പോൾ മഹാരോഗം വന്നിട്ട് കുറേ കോഴികൾ, താറാവുകൾ, പശുക്കൾ, മത്സ്യങ്ങൾ, വൃക്ഷങ്ങൾ, കാട്ടുതീ വന്നിട്ട് എല്ലാം നശിക്കുന്നില്ലേ? നാശം എന്നുള്ളത് പ്രകൃതിയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മളുടെയും അതിൻ്റെയൊക്കെ ഭാഗമാണ്. നമ്മൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും അബദ്ധം പറ്റുന്നത്. പക്ഷെ പ്രകൃതി നമ്മളുടെ മുമ്പിൽ കുറേ അധികം സിനിമകൾ കാണിക്കും, നാടകങ്ങൾ കാണിക്കും, കലകൾ കാണിക്കും, പ്രഭാഷണങ്ങൾ കാണിക്കും, കഥകളി കാണിക്കും, ഓട്ടംതുള്ളൽ കാണിക്കും, ഡ്രാമ കാണിക്കും. എന്തിനറിയോ? അതിൽ നിന്നെല്ലാം ഒന്ന് മനസ്സിലാവും. ഈ ജീവിതത്തിൽ സുഖവും ദുഃഖവും, ഉയർച്ചയും താഴ്ചയും, ലാഭവും നഷ്ടവും, ചിരിയും കരച്ചിലും, വരവും പോക്കും, നല്ലത് പറയുന്നവരും ചീത്ത പറയുന്നവരും, ഉയർന്നവരും താഴ്ന്നവരും, എല്ലാ വിഭാഗക്കാരുമുണ്ട്. എല്ലാവരും ഈ ഭൂമിയിലേക്ക് വന്ന ദിവസമുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന ദിവസമുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ കുറേ സ്റ്റെബിലിറ്റി കുറച്ച് നേരത്തേക്കെങ്കിലും കിട്ടും. പിന്നെ വീണ്ടും കേൾക്കേണ്ടി വരും, വായിക്കേണ്ടി വരും, പഠിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അടുത്തത് കുറേ കാലം കഴിയുമ്പോൾ ഒന്ന് മനസ്സിലാവും, ഇതൊന്നും ശാശ്വതമല്ല. വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കല്ലേ പരിധിക്കപ്പുറം, കെട്ടിപ്പടുക്കാൻ ശ്രമിക്കല്ലേ പരിധിക്കപ്പുറം, പറ്റിച്ചെടുക്കല്ലേ, തട്ടിപ്പറിക്കല്ലേ എന്നൊക്കെ മനസാക്ഷി നമ്മളോട് പറയും. പറയുകയാണെങ്കിൽ നന്നായി, പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതായത് വളരെ വളരെ ലാഘവത്തോടു കൂടി ജീവിതത്തെ കാണുമ്പോൾ അതിനുള്ള ഉപദേശങ്ങളും സംഭവങ്ങളൊക്കെ വിവരിക്കുന്നത് ഒരു യുദ്ധഭൂമിയിലാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. രാജാക്കന്മാരുടെ പേരുകളാ പുസ്തകം ആരംഭിക്കുന്നതിന് മുമ്പുള്ളത്. അത് തന്നെ വ്യംഗ്യാർത്ഥത്തിലാണ് പേരുകളൊക്കെ പറയുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള വ്യക്തിയെ പോലും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ആ
ചരിത്രം ആരംഭിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് അഹങ്കാരത്തിൻ്റെ ശബ്ദം, ദുരഭിമാനത്തിൻ്റെ ശബ്ദം, വിജയിച്ചേ ഇരിക്കൂ എന്ന തെറ്റിദ്ധാരണയുടെ ശബ്ദം, തനിക്ക് എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന തെറ്റിദ്ധാരണ, അതിനെ തളർത്താൻ കപ്പാസിറ്റി ഉള്ളവരാണ്. ഇതുമാതിരിയുള്ള തിന്മകളും അഹങ്കാരവും അഹംഭാവവും എല്ലാം ഒന്ന് കുറപ്പിക്കാൻ, റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളവരായ ഭീഷ്മരും ദ്രോണനും കൃപനും അങ്ങനെയുള്ളവരൊക്കെ യുദ്ധത്തിൻ്റെ കൂട്ടത്തിൽ അമ്പും വില്ലും എടുത്തുകൊണ്ട്, ആയുധങ്ങൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ധർമ്മം അറിയാവുന്നവര് അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നു. ധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടവരെല്ലാം ധർമ്മത്തിൻ്റെ എതിരെ നിൽക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകുന്നു. അതൊക്കെയാണ് ഈ മഹാഭാരത യുദ്ധത്തിൻ്റെ പ്രത്യേകത. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആയിരുന്നെങ്കിൽ ദുര്യോധനൻ ജയിക്കുമായിരുന്നു. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും രാവണൻ ജയിക്കുമായിരുന്നു. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഹിരണ്യകശിപു ജയിക്കുമായിരുന്നു. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആയിരുന്നെങ്കിൽ ഇംഗ്ലീഷുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇപ്പോഴും ഇവിടെ തുടരുമായിരുന്നു. സർവൈവൽ ഓഫ് ദ നോബ്ലസ്റ്റ് ആണ് മഹാഭാരത യുദ്ധം. ഭാവരാഗ താളങ്ങളുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ്. ഇനി ഭാരതം ഉയരും. അടുത്തൊരു 25 വർഷം ലോകത്തെ മുഴുവനും കീഴടക്കിയിട്ട് നമ്മളൊരു പുതിയ യുഗം ആരംഭിക്കും, ഉറപ്പാണ്. അത്രയ്ക്കും ആത്മവിശ്വാസത്തോടു കൂടിയാണ് ജനങ്ങൾ പോകുന്നത്. കേരളം ഒഴിച്ച് വളരെ ഗംഭീരമായിട്ട് കേരളത്തിലെ ഭരണാധികാരി, ഭാരതത്തിൻ്റെ ഭരണാധികാരിയെ കണ്ടു. അങ്ങേരെല്ലാം കേട്ടു. മുഖ്യമന്ത്രിയല്ലേ, എല്ലാം കേട്ടു. പ്രധാനമന്ത്രി ഒന്നും തിരിച്ചു പറഞ്ഞില്ല. ഏതായാലും ഡൽഹി വരെയുള്ള ഒരു യാത്രാ ചികിത്സയ്ക്കാണെങ്കിലും അത് എന്ത് പ്രശ്നമാണെങ്കിലും അത് അതേപോലെ നിന്ന് തിരിച്ചു വന്നു. ഇനി കേരളത്തെ മുടിപ്പിക്കാനായിട്ട് ഇറങ്ങുമ്പോഴും അതും ഒരു യുദ്ധമാണ്. അവനവൻ്റെ വീട് സംരക്ഷിക്കാനുള്ള യുദ്ധം, കുടുംബത്തെ സംരക്ഷിക്കാനുള്ള യുദ്ധം, ജീവിതം സംരക്ഷിക്കാനുള്ള യുദ്ധം. അങ്ങനെ യുദ്ധം മാത്രം ചെയ്ത് കൊന്നും കൊലവിളിച്ചും നടക്കുന്ന കുറേ വ്യക്തികൾക്ക് ഈ മരണവും കൊല്ലലും ഇതൊന്നും വലിയ പ്രശ്നമുള്ളതല്ല. അതാണ് ദുര്യോധനൻ്റെ കയ്യിലിരിപ്പുമൊക്കെ എങ്ങനെയാണ്. അപ്പം നമുക്കിനി ഭഗവത്ഗീതയിലേക്ക് കിടക്കാം. 11-ാമത്തെ ശ്ലോകം 1-ാമത്തെ അധ്യായത്തിൽ ദുര്യോധനൻ ക്രിട്ടിക്കലി ദ്രോണാചാര്യരോട് പറയുന്നു, അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിത. അല്ലയോ ദ്രോണാചാര്യ, അങ്ങൻ്റെ നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥനാണ്. കമാൻഡർ ആണെങ്കിലും ഞാൻ നിർദ്ദേശിക്കുന്നു, ഈ യുദ്ധഭൂമിയിൽ ഓരോരുത്തരെ നിർത്തേണ്ട ഓരോ സ്ഥലമുണ്ട്, അവിടെ നിർത്തുക. ഞാൻ പറയുന്ന നിർദ്ദേശം അങ്ങ് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. എൻ്റെ കമാൻഡറാണ് അങ്ങ്. ആചാര്യനായിരിക്കാം, ശ്രേഷ്ഠനായിരിക്കാം, ശസ്ത്രശാസ്ത്ര വിഷയങ്ങളിൽ പ്രഗത്ഭനായിരിക്കാം, അതൊക്കെ സെക്കൻഡറി. പക്ഷെ ഇന്ന് അജയ്യനാകും എന്നും രാജ്യം ഭരിക്കുമെന്നും രാജ്യം ഭരിക്കാൻ എനിക്ക് അവസരം കിട്ടിയാൽ എൻ്റെ കീഴിൽ പ്രവർത്തിക്കേണ്ടവരാണ് നിങ്ങളെന്നുള്ള ബോധം ഉണ്ടാവുക. അതുകൊണ്ട് യുദ്ധത്തിന് മുമ്പ് ഞാൻ നിർദ്ദേശിക്കുന്നു, ഈ യുദ്ധഭൂമിയിൽ നമ്മളുടെ ആൾക്കാരെ എവിടെയൊക്കെയാണോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിർത്തേണ്ടത് അവിടെ നിർത്തുക. ഭീഷ്മമേവ അഭിരക്ഷന്തു. അങ്ങയിൽ എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ കമാൻഡർ ആണെങ്കിലും അല്ലെങ്കിലും ഭീഷ്മരെ സംരക്ഷിക്കാം. ഭീഷ്മർക്ക് അപ്പുറത്തുള്ള സർവ്വതിനെയും ഉന്മൂലനം ചെയ്യാൻ സാധിക്കും. അടിമുടി പിഴുതെറിയാനുള്ള കപ്പാസിറ്റി ഭീഷ്മർക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓവർ ടെൻഷനൊന്നും എടുക്കണ്ട ദ്രോണാചാര്യ, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരും എടുക്കണ്ട. നിങ്ങൾ അപ്പുറത്തുള്ള ശത്രു സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട. പകരം ഇദ്ദേഹത്തിനെ ഒന്ന് സംരക്ഷിച്ചാൽ മതി. ഇദ്ദേഹം വേണ്ടത് ചെയ്തോളും. നിങ്ങൾക്കൊരു പക്ഷേ പകുതി മനസ്സായിരിക്കും ഉണ്ടായിരിക്കാം. ഭീഷ്മർക്ക് പൂർണ്ണ മനസ്സുണ്ട്. ഭീഷ്മരാണ് യഥാർത്ഥത്തിൽ എല്ലാത്തിൻ്റെയും ആധാരമായിട്ട് നിൽക്കുന്നത്. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. ഒരിക്കലും എതിർത്തൊരു വരിയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഹസ്തിനപുരത്തിന് വേണ്ടി ജീവിക്കുമെന്ന്. അത് കാരണം ആ പ്രതിജ്ഞയ്ക്ക് അദ്ദേഹം വിധേയനായിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിനെ മാത്രം നോക്കിയാൽ മതി, അദ്ദേഹം ബാക്കിയുള്ളതൊക്കെ ചെയ്തോളും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ. ആ കുരുവിൻ്റെ കൗരവരുടെ സൈന്യത്തിൻ്റെ കൂട്ടത്തിലുള്ള വൃദ്ധനായ, ഇന്റലക്ച്വലി വൃദ്ധനാണ്, ഫിസിക്കലി വൃദ്ധനാണ്, ഏജ് വൈസ് ആയിട്ടുള്ള വൃദ്ധനാണ്, എക്സ്പീരിയൻസ് വൈസും വൃദ്ധനായിട്ടുള്ള പിതാമഹൻ സിംഹനാദം വിനോദ്യോച്ചൈ ശംഖം ദത്മൗ പ്രതാപവാൻ. തൻ്റെ കയ്യിലുള്ള ശംഖ് ഉറക്കെ വിളിച്ചു. എന്തിനറിയോ? ദുര്യോധന, എനിക്ക് ധർമ്മം അറിയാമെങ്കിലും ഞാൻ തിന്നുന്ന ചോറ് നിന്റെ അച്ഛൻ തന്നതാണ്.
നീ ഇപ്പം രാജാവായിട്ട് ഭരിക്കുന്ന ആ രാജ്യത്തിൻ്റെ ചോറാണ് ഞാൻ തിന്നുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നോട് ഇതാ കൂറ് കാണിക്കുന്നു, നിന്റെ അച്ഛനോട് ധൃതരാഷ്ട്രരോട് എനിക്കുള്ള ബാധ്യത ഞാൻ കാണിക്കുന്നു. അതുകൊണ്ട് ഞാൻ യുദ്ധത്തിൽ അവസാനത്തെ നിമിഷം വരെ നിനക്ക് വേണ്ടി തന്നെ പൊരുതും. നമ്മുടെ ഭാരതത്തിലും കേരളത്തിലും നടക്കുന്ന ഉത്തമ ഉദാഹരണം. ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ, അതിന് അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു പേര് കൊടുത്തിരുന്നു, ഞാനത് ഇടയ്ക്കിടയ്ക്ക് പറയണില്ല. ഉപയോഗിക്കാവുന്നതിൽ, സാംസ്കാരിക നായകന്മാരിൽ ഉപയോഗിക്കാവുന്നതിൽ ഏറ്റവും തറ പേര്, ആ പേരുള്ളവർ സാംസ്കാരിക നായകന്മാരായിട്ട് നിലനിൽക്കുന്നതിന് കാരണം ഭരിക്കുന്ന വ്യക്തികളോടുള്ള കടപ്പാട്. അത്രയേ ഉള്ളൂ. അടുത്ത അവാർഡ് കമ്മിറ്റിയിലെ മെമ്പർഷിപ്പ്, അല്ലെങ്കിൽ PSCയിലെ മെമ്പർഷിപ്പ്, അല്ലെങ്കിൽ അക്കാഡമിക് കൗൺസിലിലെ മെമ്പർഷിപ്പ്, അല്ലെങ്കിൽ സെനറ്റിലെ മെമ്പർഷിപ്പ്, അല്ലെങ്കിൽ സിൻഡിക്കേറ്റിലെ മെമ്പർഷിപ്പ്, അല്ലെങ്കിൽ പാർട്ടിയിലെ ഏതെങ്കിലുമൊക്കെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ലളിതകലാ അക്കാദമി, അല്ലെങ്കിൽ സാഹിത്യ അക്കാദമി, അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷൻ, ഇതിന് വിദ്യാഭ്യാസം വേണമെന്നേ ഇല്ല. ഒരു വിദ്യാഭ്യാസവും വേണ്ട. MLA ആവാനും, MP ആവാനും, മന്ത്രി ആവാനും, വൈസ് ചാൻസലർ ആവാനും. വൈസ് ചാൻസലർ ആവാൻ എന്തോ വേണമെന്ന് തോന്നുന്നു, 10ാം ക്ലാസ് ജയിച്ചിരിക്കണം എന്ന് തോന്നുന്നു. ഏതായാലും ഈ ഭരണാധികാരികളോടും ഭരണത്തിൻ്റെ എല്ലാ ചുക്കാനും പിടിക്കുന്ന വ്യക്തികളോടും അവരുടെ മരുമക്കളോടും അവരുടെ മക്കളോടും എല്ലാമുള്ള വിധേയത്വം ഞാനിതാ ഈ ശംഖവിളിയിലൂടെ ഞാൻ തെളിയിക്കുന്നു. നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കും. അവസാനത്തെ ശ്വാസം വരെ, ഒടുക്കത്തെ ശ്വാസം വരെ ഞാൻ നിങ്ങളോട് പ്രതിബദ്ധമായിരിക്കും. എന്ത് കൃത്യമായിട്ടുള്ള ബന്ധമാണ് നോക്കാം. കേരളത്തിലെ വീരശൂര പരാക്രമികളും എഴുത്തുകാരും സിനിമാ നടന്മാരും കൂടെ വരുന്നോ എന്ന് 10 പ്രാവശ്യം ചോദിച്ച് കൂടെ പോയവരും അത് കേട്ട് ചിരിക്കുന്നവരുമായിട്ടുള്ള നായകന്മാർ വിലസുന്ന കേരളത്തില് ഏതായാലും ഭീഷ്മര് ഒരു പിതാമഹനാണ്, ബഹുമാനിക്കേണ്ടവനാണ്, ആദരിക്കേണ്ടവനാണ്. 98 വയസ്സായെങ്കിലും പക്ഷേ ചെയ്തു കൂട്ടിയതെല്ലാം നാറിത്തരം നിൽക്കുന്നതും അത്രയും തിന്മ നിറഞ്ഞ ഭാഗത്ത്. അപ്പൊ പിന്നെ ബഹുമാനിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം ഭഗവത്ഗീതയുടെ ക്ലാസ് തീരുന്നത് വരെയെങ്കിലും നമുക്കങ്ങോട്ട് ഏറ്റെടുക്കാം. ഏതായാലും സിംഹനാദം വിനദ്യോച്ചൈ, സിംഹത്തിന്റെ ഗർജിക്കുന്ന ശബ്ദം, ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട്, തിന്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, അധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഭീഷ്മ പിതാമഹൻ, അതൊരു പക്ഷേ അദ്ദേഹം നിർബന്ധിതനായതായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത്ര കാലം ജീവിക്കണമെന്നൊന്നുമില്ലല്ലോ. സ്വച്ഛന്ത മൃത്യുവിന്റെ വരം കയ്യിലുള്ള മനുഷ്യന് ഞാൻ ഈ തിന്മകളെയും ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും പരമകാഷ്ഠയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ജീവിതകാലം മുഴുവനും കണ്ടും കേട്ടുമറിഞ്ഞ ഒരു മനുഷ്യന് വേണ്ടി യുദ്ധം ചെയ്ത് മരിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ആഹ്ലാദത്തോടുകൂടി സിംഹഗർജനം പോലെ ശംഖനാദം വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗതികേടിന് നിന്നു എങ്കിൽ ഗതികേടിന് യുദ്ധം ചെയ്താൽ മതി, അല്ലാതെ അതിനേക്കാളും കൂടുതൽ വേണ്ട. ഏതായാലും ശംഖം ദദ്മൗ പ്രതാപവാൻ, അത്രയും പ്രതാപമുള്ളവൻ. നമ്മുടെ ഈ കോൺഗ്രസിലെ പ്രതാപനല്ല, അങ്ങേരെ എവിടെയോ കാസർഗോഡ് പോകുമ്പോഴത്തേക്കും ചന്ദനക്കുറിയൊക്കെ മുറിക്കുന്ന കുറെ പ്രതാപ ജന്മങ്ങളൊക്കെ ഉണ്ട്. അതുമാതിരി തന്നെയാണ് വേറൊരു രീതിയിൽ. ഏതായാലും അധർമ്മത്തിന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് സിംഹനാദം ഉണ്ടാക്കിയ വ്യക്തി പ്രതാപവാനാണോ അല്ലയോ എന്നുള്ളതൊക്കെ തന്നെ ചിന്തിക്കുക. എന്നിട്ട് നമ്മളുടെ കൂട്ടത്തിലും ഈ രാഷ്ട്രത്തിനകത്തും അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ചിന്തിക്കുക. ഏതായാലും രാഷ്ട്രത്തിന് വേണ്ടി എന്നുള്ളതല്ല, സംസ്കാരത്തിന് വേണ്ടി എന്നുള്ളതല്ല, പൈതൃകത്തിന് വേണ്ടി എന്നുള്ളതല്ല, നന്മയ്ക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി എന്നുള്ളതല്ല, തിന്ന ചോറിന് ഉള്ള കടപ്പാട് ഒരു പട്ടി യജമാനനോട് കാണിക്കുന്ന മാതിരി അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്ന അച്ഛനോടും കണ്ണുകെട്ടി നടക്കുന്ന അമ്മയോടും ഇത്രയും കാലം വാശിയും പകയും മാത്രം വെച്ചുകൊണ്ടിരുന്ന മക്കളോടുമെല്ലാമുള്ള വിധേയത്വം, ഇന്നത്തെ കേരളത്തിൽ കാണുന്ന വിധേയത്വത്തിന്റെ ശക്തിയോടുകൂടി ശംഖനാദം ചെയ്തു. തഥാ ശംഖാശ്ച ബേവ്യശ്ച പണവാനക ഗോമുഖഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തുമുലോഭവത്. നല്ല ഗംഭീരമായിട്ടുള്ള ഒരു യുദ്ധാന്തരീക്ഷം മാത്രം. അതിൽ നിന്ന് പഠിക്കാൻ നമുക്കൊന്നുമില്ല, ഒന്ന് മാത്രം. ആ ശംഖത്തിന്റെ ശബ്ദങ്ങളും അല്ലെങ്കിൽ ശംഖുകളുടെ ശബ്ദം, ബേരി, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇൻസ്ട്രുമെന്റൽ, നമ്മുടെ വിൻഡ് ഇൻസ്ട്രുമെന്റ്, ഇങ്ങനെയുള്ള മെംബ്രെയിൻ ഇൻസ്ട്രുമെന്റ് എല്ലാത്തിൻ്റെയും ശബ്ദം കൊണ്ട് കുരുക്ഷേത്ര ഭൂമി അങ്ങ് പ്രതിധ്വനിച്ചു. തുമുലോഭവത്. അതിൻ്റെ ശംഖാശ്ച ഭേദ്യശ്ച പണവാനക ഗോമുഖഃ. അതൊരു യുദ്ധം നടക്കുന്ന യുദ്ധകാഹളത്തിന്റെ മാറ്റൊലി അവിടെ നിറഞ്ഞു നിന്ന് പുറത്തേക്ക് വന്നു. തതശ്വേതൈർ ഹയൈർയുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പതത്മതു. നല്ല അസലും മഹത്തായ
സ്യന്തനേ സ്ഥിത, ഉജ്ജ്വലമായിട്ടുള്ള ആ രഥത്തിലിരുന്ന് ശ്വേതൈർ ഹയൈർ യുക്തി, വെളുത്ത കുതിരകളാൽ കെട്ടിയിരിക്കുന്ന. എത്ര കുതിരകളാണെന്ന് പറഞ്ഞിട്ടില്ല. 4 കുതിരയാണെങ്കിലും വിരോധമില്ല, 5 കുതിരയാണെങ്കിലും വിരോധമില്ല, 10 ആണെങ്കിലും വിരോധമില്ല. ആ എണ്ണം ഒന്നും നമുക്ക് നമ്മുടെ സെൻസറി ഓർഗനാണോ പഞ്ചപാണ്ഡവരാണോ അല്ലെങ്കിൽ വേറെ വല്ലതുമാണോ എന്നുള്ള ചർച്ചയിലേക്കൊന്നും പോവണ്ട. എത്രയെങ്കിലും ആവട്ടെ. ശിവകാശിയിൽ നിന്ന് പ്രിന്റ് ചെയ്ത കലണ്ടറിൽ ചിലപ്പോൾ 4 ആയിരിക്കും, വേറെ ചില കലണ്ടറിൽ ചിലപ്പോൾ 5 ആയിരിക്കും. ഇവിടെ 4 എന്നും പറയണില്ല, 5 എന്നും പറയണില്ല. ഭഗവാൻ പറയാത്തയിടത്തോളം കാലം, സഞ്ജയൻ അത് ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുക്കാത്തയിടത്തോളം കാലം കുതിരകൾ എത്രയായാലും കുഴപ്പമില്ല. ആ കുതിരകളാൽ വലിക്കപ്പെടുന്ന അതിമഹത്തായ ആ രഥത്തിൽ നിന്നുകൊണ്ട് മാധവ പാണ്ഡവശ്ചൈവ, മാധവനും ശ്രീകൃഷ്ണനും പാണ്ഡവനും ദിവ്യവും ശംഖവും പ്രധത്മതുഹു, ദിവ്യമായിട്ടുള്ള ശംഖ അത് ശബ്ദിപ്പിച്ചു. ഭയങ്കര അതിൻ്റെ ശബ്ദവും ആ കുരുക്ഷേത്ര ഭൂമിയിൽ നിറഞ്ഞു കവിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്തത് 15 പാഞ്ചജന്യം ഋഷികേശു, നമ്മുടെ മാധവൻ ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം എന്ന് പറയുന്ന ശംഖ്, ദേവദത്തം ധനഞ്ജയ, ദേവദത്തം ധനഞ്ജയ, അർജുനൻ ദേവദത്തം എന്ന് പറയുന്ന ശംഖ്. ഇതെല്ലാം ഈ ശംഖിന്റെ പേരുകളും രാജാക്കന്മാരുടെ പേരുകളും ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതല്ല. ഇനി അതിലേക്ക് ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയതിനു ശേഷം ശംഖിന്റെ പേരെന്താണെന്ന് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ആ യുദ്ധക്ഷേത്രത്തിൽ നടക്കുന്നതിൽ അധർമ്മം, അനീതി, അന്യായം അതെന്തൊക്കെയാണ്, അഹങ്കാരം, അഹംഭാവം, ഇതുമാതിരിയുള്ള വികാരങ്ങൾ നിറഞ്ഞിരിക്കുന്നവരുടെ ശബ്ദം ആണ് ഈ ശംഖിലൂടെ പുറത്തേക്ക് വന്നത് എന്ന് നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ റാഷണൽ, ലോജിക്കൽ, സയന്റിഫിക് ആയിട്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ശംഖിന്റെ പേരും രാജാക്കന്മാരുടെ പേരും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. ആര് എന്ത് എന്നുള്ളതല്ല, മറിച്ച് അവിടെ ആര് എന്ത് എന്നുള്ളതിൽ ആര് എങ്ങനെ അതൊന്നുമല്ല, എന്ത് സംഭവിച്ചു, അതിൻ്റെ പുറകിൽ എന്താണ്, അതാണ് നമുക്ക് ഭഗവത്ഗീത പഠിക്കുമ്പോഴത്തേക്കും ആവശ്യമുള്ളത്. അതുകൊണ്ട് പൗണ്ഡ്രം ദത്മവും മഹാശംഖം ഭീമകർമ്മ വൃകോദര, ഭീമനും അതുമാതിരിയുള്ളവരും എല്ലാം അവരവരുടെ കയ്യിൽ പ്രത്യേക പേരുകളുള്ള ശംഖുകൾ വിളിച്ചു. അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര, കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്ത വിജയം എന്ന ആ ശംഖ്, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, ആ ശംഖ് ഊതി ശംഖ് വിളിച്ചു. നകുല സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ, നകുലനും സഹദേവനും 2 ഉജ്ജ്വലമായിട്ടുള്ള അവരുടെ ശംഖ് വിളിച്ചു. കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീച മഹാരഥ, കാശി രാജാവും ശിഖണ്ഡിയും മഹാരഥന്മാരായ ഇവർ 2 ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ച പരാജിത ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശഃ പൃഥിവീപദേ സൗഭദ്രശ്ച മഹാബാഹു ശങ്കാൻ ദത്മു പൃഥക് പൃഥക്. ഇതാണ് കറക്റ്റ്. കുറേ രാജാക്കന്മാരുടെ പേരുകളൊക്കെ പറഞ്ഞ് അവരവരുടെ കയ്യിലുള്ളതായിട്ടുള്ള ശംഖ് അവിടെ വിളിച്ചു. യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ്, കൊല്ലാനും ചാവാനും ഞങ്ങൾ റെഡിയാണ് എന്ന് ജിഹാദികളെ പോലെ, തീവ്രവാദികളെ പോലെ, പാകിസ്ഥാനിൽ ബോംബിടുന്നവരെ പോലെ അധികാരത്തിന് വേണ്ടിയല്ല, അധർമ്മത്തിലൂടെ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് ഞങ്ങൾ നേടും, പകരം ധർമ്മത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കാനുള്ളത് ഞങ്ങൾ നേടുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദുര്യോധനനെ എല്ലാവരും സ്വീകരിക്കുമായിരുന്നു. ശരി, എത്രയാ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചച്ഛൻ്റെ മക്കൾക്ക് കൊടുക്കുമെന്നെങ്ങാനും ദുര്യോധനൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നു. 6:30 തൊട്ട് 7 വരെ 4ാമത്തെ പ്രാവശ്യം ഭഗവത്ഗീത ക്ലാസ് എടുക്കേണ്ട ആവശ്യം വരുമായിരുന്നില്ല. കാരണം ഭഗവത്ഗീത ഉണ്ടാവില്ല ദുര്യോധനൻ എഗ്രി ചെയ്തിരുന്നെങ്കിൽ. അതുകൊണ്ട് നമ്മളുടെ മുമ്പിൽ ദുര്യോധനന്റെ മഹാഗതികെട്ട സ്വഭാവം നമുക്ക് ഭഗവത്ഗീത ലഭ്യമാക്കാൻ കാരണമായി. അതുകൊണ്ട് ഭഗവത്ഗീത ഇന്ന് നിലനിൽക്കുന്നു. ദുര്യോധനനും ഇല്ല, ഭീഷ്മരും ഇല്ല, ദ്രോണരും ഇല്ല, പിന്നെ ഈ രാജാക്കന്മാരും ഇല്ല, അവരുടെ ശംഖുവും ഇല്ല, ഒന്നും ഇപ്പൊ ലോകത്തിലില്ല. അപ്പൊ എന്താ സംഭവിച്ചത്? ഭഗവത്ഗീതയുണ്ട്, അത് ലോക ജനത സ്വീകരിക്കുന്നു. അടുത്തൊരു 10-25 വർഷം കൊണ്ട് ലോകം ഭാരതത്തിലെ ഭഗവത്ഗീതയുടെയും അതുമാതിരിയുള്ള ഗ്രന്ഥങ്ങളുടെയും മുമ്പിലും പുറകിലും വരുമെന്നുള്ളത് ഇന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് നമ്മുടെ ദുര്യോധനന്റെ നെഗറ്റീവായിട്ടുള്ള സ്വഭാവവും ആ കള്ളച്ചൂത് കളിയും പിന്നെ ഭാര്യയെയും അനുജന്മാരെയൊക്കെ പണയപ്പെടുത്തിയ ധർമ്മപുത്രരുടെ ഏറ്റവും എന്താ പറയുക നികൃഷ്ട നീചമായിട്ടുള്ള ആ പെരുമാറ്റവും പ്രവൃത്തിയുമെല്ലാം ചെന്ന് പര്യവസാനിച്ചത് മഹാഭാരതം എന്ന ഗ്രന്ഥത്തിലും ഭഗവത്ഗീത എന്ന ഗ്രന്ഥത്തിലും ആയതുകൊണ്ട് ആ തിന്മകളും നെഗറ്റീവുകളെ എല്ലാത്തിനും മഹാഭാരതം എന്ന നമ്മുടെ രാഷ്ട്രത്തിന്
പോസിറ്റീവാക്കി മാറ്റാൻ സാധിച്ചു. അതുകൊണ്ട് 16, 17, 18 ശ്ലോകങ്ങളിൽ പറയുന്ന മാതിരി ഓരോ രാജാവും അല്ലെങ്കിൽ രാജാക്കന്മാരെല്ലാം അവരവരുടേതായിട്ടുള്ള ശംഖ് വിളിച്ച് ഇതാ യുദ്ധകാഹളവുമായിട്ട് അവരെല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നു. അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ എന്ന് വളരെ വളരെ കൃത്യമായിട്ട് സഞ്ജയൻ പറയുന്നു. 19ാമത്തെ ശ്ലോകം സഘോഷോ രാത്രരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയൻ നവശ്ച പൃഥിവീം ചൈവ തുമുലോ അഭ്യനുനാദയൻ. ആകാശത്തിൽ നിന്ന് മാറ്റൊളി കൊള്ളുന്ന വിധത്തിൽ യുദ്ധക്ഷേത്രത്തിൽ നിന്നുള്ള ശബ്ദം വളരെ ഒരു ഘോഷമായിട്ട് എന്താ ഒരു വലിയ വൈബ്രേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ധാർത്തരാഷ്ട്രാണാം ധൃതരാഷ്ട്ര സൈന്യത്തിൻ്റെയും ധൃതരാഷ്ട്രന്റെ മക്കളുടെ സൈന്യത്തിൻ്റെയും ഹൃദയങ്ങളെ അങ്ങോട്ട് പിളർന്നുകൊണ്ട് വ്യധാരയത് ഹൃദയാനി വ്യതായ ഹൃദയത്തെ പിളർക്കുന്ന വിധത്തിൽ ഉള്ള ശബ്ദം കൊണ്ട് അന്തരീക്ഷം നഭശ്ച ആകാശം വരെ പൃഥിവീം നഭശ്ച ആകാശവും ഭൂമിയും ചെയ്വ തുമുലോ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് അനുനാദയൻ ഹൃദയത്തെ അങ്ങോട്ട് പിളർക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവം അവിടെ യുദ്ധക്ഷേത്രത്തിലുണ്ടായി. പക്ക വളരെ വളരെ പക്ക യുദ്ധം നടക്കാം. ആ യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് കാണിക്കുന്നത്. ഏത് മനുഷ്യനും ലോകത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ലോകത്തിൽ ഏത് മൃഗത്തിനും, ഏത് ജിറാഫിനും, ഏത് മനുഷ്യനും, ഏത് കഴുതയ്ക്കും, ഏത് ഒട്ടകത്തിന് പ്രത്യേകിച്ച്. പക്ഷെ ഇവിടെയും ജീവിക്കണം, സ്വർഗത്തിലും പോയി ജീവിക്കണം. അതുകൊണ്ടാണ് ചില അവയവങ്ങളൊക്കെ മൂടി വെച്ചിട്ടാണ് ചാവാനും ചാവേറാകാനും ഒക്കെ പോകുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും യുദ്ധത്തിന് ഇറങ്ങാതെ നിവൃത്തിയില്ല എന്ന ചാവേർ പടകളുടെ ആ നേതൃത്വം നൽകിയത്, ധർമ്മത്തിന് മൂർത്തിമത് ഭാവം നൽകിയ പാണ്ഡവരും കൃഷ്ണനും എല്ലാ തരത്തിലും ഒരു യുദ്ധം ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു. എങ്കിലും വാശിയും പകയും വിദ്വേഷവും അഹങ്കാരവും ധാർഷ്ട്യവും പിന്നെ എന്തൊക്കെയുണ്ടോ അങ്ങനെയുള്ളതെല്ലാം ഇന്ന് ഡെയിലി നമ്മൾ കാണുന്ന സ്ഥിതിക്ക് ഉദാഹരണമൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ അന്ത്യത്തില് യുദ്ധത്തിന്റെ ആരംഭം, ദ ബിഗിനിങ് ഓഫ് ദി എൻഡ് നമുക്ക് കാണാൻ സാധിക്കും ആ യുദ്ധത്തോടു കൂടി. അങ്ങനെ ഭൂമിയെയും ആകാശത്തെയും പിളർക്കുന്ന വിധത്തിലുള്ള ഒരു ശബ്ദം ആ പ്രദേശത്തുണ്ടായി. അത് യുദ്ധത്തിന്റെ ഭേരിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അറിയാൻ സാധിക്കും. മരണത്തിന്റെ കാഹളമാണത്. കാരണം ആര് ജയിച്ചാലും ആര് തോറ്റാലും ഒരു വൻ പട, ഒരു വലിയ സമൂഹം ഉന്മൂലനം ചെയ്യപ്പെടും. ആർക്കു വേണ്ടി ജീവിച്ചോ, ആർക്കു വേണ്ടി മരിച്ചോ, ആർക്കു വേണ്ടി മരിക്കാൻ പോകുന്നോ എന്നുള്ള ചോദ്യങ്ങളൊന്നും ഇല്ല. അധർമ്മവും ധർമ്മവും തമ്മിലുള്ള യുദ്ധത്തില് കുറേ പേര് മരിച്ചേ ഉള്ളൂ. ഭാരതത്തിന്റെ പ്രകൃതിയുടെ മഹത്തായ ചൈതന്യം അനുസരിച്ച് ഭാരതത്തിൽ ധർമ്മമേ ജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പാണ്ഡവപക്ഷം ജയിക്കുമെന്ന് ഏതാണ്ട്, പ്രത്യേകിച്ച് കൃഷ്ണനും കൂടി അപ്പുറത്തുള്ള സ്ഥിതിക്ക് പാണ്ഡവപക്ഷം ജയിക്കുമെന്നുള്ള ഉറപ്പ് ഉണ്ടെങ്കിൽ ധൃതരാഷ്ട്രപുത്രന്മാരും കൂടെ നിൽക്കുന്നവർക്കും ഉറപ്പിക്കാം, തിരിച്ച് വീട്ടിൽ പോകേണ്ട ആവശ്യം വരില്ല. മക്കളും ഭാര്യയുമെല്ലാം അനാഥരായിട്ട് വിധവകളായിട്ട് കാത്തിരിക്കുന്ന ആത്മാവിനെ ആയിരിക്കും, ശരീരത്തെ ആയിരിക്കില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വലിയ 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 വൈബ്രേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള സംഭവമാണ് കുരുക്ഷേത്ര ഭൂമിയിൽ നടക്കുന്നത്. അങ്ങനെ അതാ വ്യവസ്ഥിതാൻ ദൃഷ്ടോ ധാർത്തരാഷ്ട്രാൻ കവിദ്വജഃ പ്രവൃത്തേ ശസ്ത്രസമ്പാദേ ധനുരുദ്ധ്യമ്യ പാണ്ഡവൻ അങ്ങോട്ട് കയറി വന്നത്, യുദ്ധക്ഷേത്രത്തിലേക്ക് കയറി വന്നത് വീരശൂര പരാക്രമിയെ പോലെയാണ്. തളർന്ന അർജുനനല്ല വന്നത്. ധനുരുദ്ധ്യമ്യ പാണ്ഡവ, അമ്പും വില്ലും ശരിക്കും പറഞ്ഞാൽ അമ്പ് കുലയ്ക്കാൻ പറ്റിയ രീതിയിൽ വില്ലിനെ പിടിച്ചുകൊണ്ടാണ് ധനുരുദ്ധ്യമ്യ ഹേ പാണ്ഡവൻ വരുന്നത്. ശസ്ത്രസമ്പാദി, ആയുധ പ്രയോഗത്തിന് റെഡിയായിക്കൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ പറയുക, അർജുനന് തളർച്ചയൊന്നുമില്ല. അർജുനൻ വളരെ ആക്റ്റീവായിരുന്നു യുദ്ധക്ഷേത്രത്തിലേക്ക് വരുന്നത് വരെ. പ്രവൃത്തേ ശസ്ത്രസമ്പാദി, കയ്യിലുള്ള ആയുധം ഉപയോഗിക്കാൻ പ്രാവർത്തികമാക്കാൻ എല്ലാവിധത്തിലുള്ള ചങ്കൂറ്റത്തോടു കൂടിയാണ് വ്യവസ്ഥിതാൻ ദൃഷ്ട്വ. രണ്ട് സ്ഥലത്തും സൈന്യങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ധാർത്തരാഷ്ട്രാൻ കവിധ്വജഃ, എല്ലാവരും നിൽക്കുന്നത് കണ്ട കവിധ്വജഃ ഹനുമാൻ, കൊടിയടയാളമായിട്ടുള്ള അർജുനന്റെ തേര് നയിക്കുന്ന കൃഷ്ണൻ അർജുനനെയും തേരിലൂടെ
യുദ്ധക്ഷേത്രത്തിലേക്ക് ഋഷികേശം തഥാ വാക്യമിതമഹമഹീപതേ. ആ ഋഷികേശനോട് ഇത് അല്ലയോ മഹീപതേ, മഹീഭൂമി പതേ രാഷ്ട്രപിതാവേ, പതേ രാഷ്ട്രപതി, അതായത് ധൃതരാഷ്ട്രനോട് പറയാണ്, അല്ലയോ മഹാരാജാവേ ചക്രവർത്തി, ഋഷികേശനോട് നമ്മുടെ അർജുനൻ ഇപ്രകാരം പറഞ്ഞു. വില്ലാളി വീരനും വീരശൂര പരാക്രമിയും തളരാതെ തകരാതെ വരളാതെ നിൽക്കുന്ന അർജുനൻ ആ രഥത്തിൽ കയറി തൻ്റെ ശംഖ്, അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ ശംഖ് മുഴക്കി കഴിഞ്ഞതിന് ശേഷം അവർ നേരെ യുദ്ധക്ഷേത്രത്തിൽ കയറി. അർജുനൻ കൃഷ്ണനോട്, ഋഷികേശം കൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയ മേ അച്യുത യാവദേവാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ. ഇതൊരു അഹങ്കാരത്തിന്റെ ശബ്ദമാണ്, കൃഷ്ണനോട് പറയേണ്ട ശബ്ദമല്ല. ഇവിടെ നിന്ന് അർജുനനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ബുൾഡോസർ ഉപയോഗിച്ച് കുന്ന് നിരത്തുന്ന മാതിരി ചുവട്ടിൽ നിന്ന് മണ്ണെടുത്തെടുത്തെടുത്തെടുത്ത് ആ തറ നിരപ്പാക്കണം. അതുപോലെ രണ്ട് സൈന്യങ്ങളുടെയും നടുക്ക് ഞാൻ എന്ന അർജുനന്റെ തേര്, അല്ലയോ യാദവ എൻ്റെ തേരാളിയായ കൃഷ്ണ, ആ രഥത്തെ രണ്ട് സേനയുടെയും നടുക്ക് കൊണ്ടുവന്ന് നിർത്താൻ ഞാനൊന്ന് കാണട്ടെ. ആരാ പറയുന്നത്? ദുര്യോധനന്റെ മറ്റൊരു വേർഷൻ. കുറച്ചു നേരത്തേക്കെങ്കിലും അർജുനന്റെ അഹങ്കാരം ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡൗൺ ടു എർത്ത്, ഭൂമിയോളം താഴുക. പലതും നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും, പലപ്പോഴും ഉയർന്ന് നിലനിൽക്കുന്ന വേദിയിൽ നിന്ന് പെട്ടെന്ന് താഴുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യമേ താഴ്ന്ന് ആദ്യമേ ലോ പ്രൊഫൈലിൽ നിൽക്കുകയാണെങ്കിൽ പിന്നീട് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴേണ്ടി വരില്ല. പരിധിക്കപ്പുറം ഉയർന്നു പോയി നിന്ന് താഴ്ചയ്ക്ക് വീഴുമ്പോഴത്തേക്കും വേദന ഭയങ്കര കൂടുതലായിരിക്കും. അത്രയും ഉയരാതെ കുറച്ചേ പൊങ്ങിയിട്ടുള്ളൂ എങ്കിൽ, കുറച്ചേ ഉയർന്നിട്ടുള്ളൂ എങ്കിൽ താഴത്തേക്ക് വീഴുമ്പോൾ അത്രയും വേദന എടുക്കില്ല. ഇവിടെ അർജുനന്റെ വീഴ്ച വളരെ ഗംഭീരമാകാൻ പോകുന്നു. കാരണം ഈ ഋഷികേശനെ തേരാളിയെ വിളിച്ചിട്ട് തൻ്റെ ദാസനെ പോലെ, തൻ്റെ ജോലിക്കാരനെ പോലെയുള്ള പദപ്രയോഗമാണ് അർജുനൻ നടത്തിയത് എന്നുള്ളത് മറക്കരുത്. സേനയോരുഭയോർ മധ്യേ, ആ വാക്കിന്റെ എന്താ പറയുക, അഹങ്കാരത്വം നോക്ക്. അഹങ്കാരം. രണ്ട് സൈന്യങ്ങളുടെയും നടുക്ക് രഥത്തെ സ്ഥാപയ കൊണ്ട് നിർത്തു. അച്യുത, വിളിച്ച പേരൊക്കെ അച്യുത, വലിയ തറക്കേടൊന്നുമില്ല. മേ അച്യുത, എൻ്റെ രഥത്തെ അവിടെ കൊണ്ടുപോയി നിർത്തു. യാവദേവാൻ നിരീക്ഷേ അഹം, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് നിരീക്ഷിക്കട്ടെ. ആരോടാ പറയുന്നത്? ഡ്രൈവറോട് പറയാണ്. കാറ് കൊണ്ടുപോയിട്ട് നേരെ തിയേറ്ററിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുക. തിയേറ്ററിന്റെ തിരക്കൊക്കെ എങ്ങനെയുണ്ട്, കാശ്മീർ ഫയൽസ് ഒക്കെ ഒന്ന് കാണാൻ തിരക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് നേരിട്ട് കണ്ടോട്ടെ എന്ന് ഡ്രൈവറോട് പറയുന്ന മാതിരി വളരെയധികം കുറേയൊക്കെ അഹംഭാവത്തിന്റെ ശബ്ദത്തിലാണ് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞത്. രഥം നേരെ കൊണ്ടുപോയിട്ട് യുദ്ധക്ഷേത്രത്തിന്റെ നടുക്ക് നിർത്തുക. ഞാൻ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് കണ്ടിട്ട് യോദ്ധുകാമാൻ അവസ്ഥിതാൻ, യുദ്ധം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന എൻ്റെ പക്ഷക്കാരും എതിർപക്ഷക്കാരും രണ്ടുപേരെയും ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് പറയുന്നത് വരെ അർജുനൻ വില്ലാളി വീരനും വീരശൂര പരാക്രമിയും തന്നെ ആയിരുന്നു. തളർന്നിട്ടില്ല, തകർന്നിട്ടില്ല, വരണ്ടിട്ടില്ല, ഊർജസ്വലനായിരുന്നു. കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ, ആരുമായിട്ടാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? ഞാൻ, അഹം, എന്നാൽ യുദ്ധം ചെയ്യപ്പെടുന്നത്. അതാണ് തൻ്റെ അഹങ്കാരം. കേരയില് ഏത് അമ്മൂമ്മ വന്നാലും അപ്പൂപ്പൻ വന്നാലും ഞാൻ കേരയിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ കമ്മീഷൻ കിട്ടാൻ എന്ന് പറയുന്ന മാതിരിയാണ്. ഞാനത് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. താനല്ലെങ്കിൽ തൻ്റെ അപ്പുറത്തവൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗീകരിച്ചില്ലെങ്കിൽ UNO സെക്രട്ടറി ജനറലിൻ്റെ അടുത്ത് പോകും. അയാളും അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ ചൈനയിലെ സിങ് പിങ് ജുങ് ഉണ്ട്, നമ്മളെ കോടിയേരിയെയും രാമചന്ദ്രപിള്ളയും അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ട്രെയിനുകളും കേരളയിലും അല്ലാത്തതൊക്കെ ശരിയാക്കും. അപ്പൊ പിന്നെ നമുക്ക് ശബരിമലയിലെ എയർപോർട്ടും വേണ്ട, മുല്ലപ്പെരിയാർ അണക്കെട്ടും വേണ്ട, വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. നമ്മൾ ഉദ്ദേശിച്ചത് ചത്തുപോണതിന് മുമ്പ് കേരളയിൽ ഇവിടെ ആക്കാൻ വേണ്ടിയിട്ട് ചൈനയുടെ സഹായം സ്വീകരിക്കും. പിന്നെ നമ്മുടെ ഭാരതത്തിലെ ഭരണാധികാരികൾ അതിന് സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ഭാരതത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടും. അപ്പൊ പിന്നെ സുരേഷ് ഗോപി പറഞ്ഞാലും നമ്മുടെ കണ്ണന്താനം പറഞ്ഞു കഴിഞ്ഞാലും വി മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞാലും അതിനേക്കാൾ അപ്പുറത്തുള്ള മോഡിയെയും ബാക്കി പാർട്ടിയെയും ഒക്കെ മാറ്റാൻ നമുക്ക് സാധിച്ച് നേരെ ചൈനയുമായിട്ട് സഹകരിക്കാമെങ്കിൽ പിന്നെ എന്തോന്ന് നമുക്കിതൊക്കെ സാധിക്കില്ലയോ എന്ന് ചോദിക്കുന്ന മാതിരി
നീ എൻ്റെ രഥം കൊണ്ടുപോയിട്ട് സേനയോർ ഉഭയോർ മധ്യ സ്ഥാപിക്കുക, ഞാനുമായിട്ട് യുദ്ധം ചെയ്യാൻ, ഞാനുമായിട്ട് യുദ്ധം ചെയ്യാനുള്ളവരെ ഞാനൊന്ന് കണ്ടോട്ടെ. ഇതാണ് നമുക്ക് ചിലർക്കെങ്കിലും പറ്റുന്ന ധാർഷ്ട്യത്തിൻ്റെ പരിണത ഫലത്തിൽ കൂടെ പുറത്തേക്ക് വരുന്ന വാക്കുകൾ. അറിയാൻ സാധിക്കട്ടെ. നാളെ നമുക്ക് 23ാമത്തെ വരിയിലൂടെ കടന്നു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഭാഗവതം സന്തോഷം. കുറേ രാജാക്കന്മാരുടെ കയ്യിലുള്ള ശങ്കിൻ്റെ പേരൊക്കെ പറഞ്ഞുള്ളൂ. അർജുന വിഷാദയോഗം എന്ന അധ്യായം വേണ്ട എന്ന് വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ തോന്നി എന്തിന് ഓരോന്നും വേണ്ടെന്ന് വെക്കണം, 4ാമത്തേത് അങ്ങ് ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് തുടക്കം മുതൽക്ക് തുടങ്ങിയത്, ആരംഭം മുതൽക്ക് ആരംഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ വിധത്തിലുള്ള അനുഗ്രഹാശിസുകളും കൃതാഞ്ജലികളും പുഷ്പങ്ങളും എല്ലാം ശ്രീപത്മനാഭന്റെ പാദങ്ങളിലും പൂർണ്ണത്രയീശന്റെ പാദങ്ങളിലും ഗുരുവായൂരപ്പന്റെ പാദങ്ങളിലും സ്വാമി വിവേകാനന്ദന്റെ പാദങ്ങളിലും നമ്മുടെ എല്ലാവരുടെയും പരമപവിത്രമായ ഭാരതമാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പ്രാർത്ഥിക്കുന്നു. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. പ്രണാമം, നമസ്കാരം.